സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, സഹോദരികളെ, ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. ഈ മഹത്തായ പെരുന്നാൾ ദിനം ഹറാമിലേക്കും മറ്റ് അനാവശ്യമായ മാർഗത്തിലേക്കും പോകാതെ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെരുന്നാൾ ദിവസത്തിൽ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകം ചെയ്യാനുള്ളത് ഉദ്ഹിയ്യത്ത് എന്ന ബലിയറുക്കുന്ന കർമ്മമാണ്. ഈ പുണ്യമായ ദിനത്തിൽ മാംസം വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് മാംസങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് വലിയ സന്തോഷകരമായ പ്രവർത്തനമാണ്. അതുവഴി അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകുമെന്നത് തീർച്ചയും ആണ്. പ്രായം ചെന്ന ആളുകൾ, അതുപോലെ ഭിന്നശേഷിക്കാർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജനങ്ങൾ ഇവിടെയുണ്ട്. അവർക്കെല്ലാം സന്തോഷകരമായ രീതിയിൽ അവരോട് ബന്ധപ്പെടുകയും വേർതിരിവ് കാണിക്കാത്ത വിധം മനുഷ്യൻ എന്ന ഒരേ ഒരു ചിന്താഗതിയിൽ എല്ലാ ആളുകളും ആ മാനുഷികമായ ബന്ധം നിലനിർത്തി നമ്മുടെ ഇന്ത്യ രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ഇന്ത്യ രാജ്യത്തിൻ്റെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ലത് ചെയ്യാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായി അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മതസൗഹാർദ്ദം അത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും അതിനെതിരായി ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്നോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുമായി സൗഹൃദവും സ്നേഹവും നിലനിർത്തി ഇവിടെ ജീവിക്കാൻ എല്ലാ മുസൽമാനും ഈ പെരുന്നാൾ ദിവസത്തിൽ പ്രതിജ്ഞയെടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗത്തിനും എൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ വാർത്തകൾ ജനങ്ങളിൽ തത്സമയം എത്തിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിക്കുകയാണ്.